ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു പ്രാങ്ക് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഇന്ന് രാത്രി സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് മരിയയ്ക്ക് അറിയില്ല. ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ അവളോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ നെസ്റ്റോറിക്ക് നമുക്ക് പോകണം എന്ന് പറഞ്ഞാൽ പോയി കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 9:30-ക്കാണ് ഷോ അതിന് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി എല്ലാവരും കുളിച്ച് നെസ്റ്റോറിക്ക് പോകണ പോലെ ഞങ്ങൾ ഇവിടുന്ന് പോവും. അവിടെ ചെന്നിട്ട് അവളെ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ പ്രാങ്ക് വീഡിയോ ആണ്. അവൾക്ക് ഇനി മനസ്സിലാവില്ലെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എത്രത്തോളം ശരിയാവുമെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ശരിയായില്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുത്തിടും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കത് കാണാം. പപ്പ എന്താ മിണ്ടാത്ത? അങ്ങനെ നെസ്റ്റോലി പോവാ. നെസ്റ്റോലിക്ക് ടീച്ചർ മാമ പറഞ്ഞോ നമുക്കൊന്ന് പോവാ. എന്നാ പിന്നെ കുണ്ടന്റെ പേര് വരുമ്പോ എന്തായാലും ഡ്രസ് മാറിയില്ലേ? അടുത്ത പോയാലേ പോവാ. പോണ്ടപ്പോ ആരോട് പറഞ്ഞു? നീയാ ഇത് തന്നെ അത് പറഞ്ഞ് പോവാ. പോണാ ഈ നേരത്ത് പോയ അടയ്ക്കും. ഇല്ല, 11 മണി വരെ ഉണ്ട്. എന്നുവച്ചാ പോണാ എന്തായാലും ഡ്രസ് മാറിയിട്ടുണ്ട്. നമുക്ക് പോയി വന്നിട്ട് കണ്ടന്റ് എടുക്കാം. അങ്ങനെ പോവല്ലേ? പോണാ പോവല്ലേ? അപ്പൊ ഇത് പൂരണ്ടേ? കണ്ടന്റ് എടുക്കണില്ലല്ലോ. ഓക്കെ പോവാ. അങ്ങനെ നമ്മള് പപ്പനെ നിർബന്ധിച്ചിട്ട് പപ്പ ഞങ്ങൾ നെസ്റ്റോക്ക് കൊണ്ടുപോവാണ്. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ഗൈസ്, നമ്മള് മരിയനെ പറ്റിച്ചിട്ട് നമ്മൾ പോവാണ്. മരിയ ഇതുവരെ മനസ്സിലായിട്ടില്ല മരിയക്ക്. നമ്മൾ നെസ്റ്റോളിക്ക് പോകാൻ ശ്രമം കേട്ടിരിക്കുന്നത്. നമ്മൾ സിനിമയ്ക്ക് പോകുന്നത് എനിക്ക് ഇതുവരെ അറിയില്ല. സന്തോഷത്തോടെ പോവാൻ കാത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മള് നെസ്റ്റോളിക്ക് പോകുന്നു. നമ്മള് നെക്സ്റ്റ് പോയി. നമ്മൾ നെക്സ്റ്റോക്ക് കേറിയിട്ടൊന്നുമില്ല. ഇപ്പോളാ തൃശ്ശൂരെ സൂപ്പർ മാർക്കറ്റിലേക്ക് നമുക്ക് നമ്മുടെ അവിടേക്ക് പോയാൽ മതി. മാളിലേക്ക് സൂപ്പർ മാർക്കറ്റ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ചെടിയോടെ പോയി ഞാൻ വണ്ടി കാണാം. കണ്ണ വണ്ടി കണ്ട വണ്ടി കാട്ടി ഇതാ മാവേലിയാണോ? മാവേലിക്കാണ് കുട്ടിയാണെന്ന്. ശരി, നിങ്ങൾ നടക്കാണ്ട്. ഇത് ഫുഡൊന്നല്ല, ഫുഡാണെങ്കിൽ എനിക്ക് സന്തോഷായി. ചെലവ് ചിക്കൻ ബിരിയാണി. മരിയ മയ്യനെ പറ്റിച്ചു. ആളാണ് നെക്സ്റ്റ് ആണ് മാളി. പക്ഷെ ഒരു കാര്യണ്ട്, ഇവിടേക്കല്ല നമ്മള് പോണേ, ശരിക്കത്തെ മാളിലേക്ക്. ശരിക്കത്തെ മാളേതാ എനിക്കറിയില്ല. പപ്പ ഓടിച്ചോ ടിക്കറ്റ്. ടിക്കറ്റ് കിട്ടണോ നോക്ക്. വീട്ടിലെ ബുക്കിംഗ് ആണ്. ചേട്ടന്മാരൊക്കെ ടിക്കറ്റ് ഇട്ടുണ്ട്. അവരൊക്കെ ബുക്കിംഗ് അവര് ബുക്ക് ചെയ്യാടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? വായു എന്തായാലും വന്നാലേ ഇവര് പറ്റിച്ചു ഗൈസ്.
എത്ര മണിയായില്ലേ അറിയില്ല ഏട്ടാ മാളിക്ക് ജസ്റ്റ് പോന്ന് പറയണ്ട് തട്ടാട് കൊണ്ട് കൂടി അപ്പൊ ഒരാട് പറയുന്നത് മരിയ ഒന്നറിയാത്ത രീതിയിൽ പോവാണ് കേട്ടോ. തിയേറ്റർ എത്തി. മരിയക്ക് ഒന്നും അറിയില്ല. ഇത് എങ്ങടെ പോണെന്ന് പോലും അവൾക്ക് അറിയില്ല കേട്ടോ. താഴെ എടുക്കണ താഴെ ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല കൈരളി ടിക്കറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് ടിക്കറ്റ് മരിയ നമുക്കൊരു പിടിയില്ല കേട്ടോ എങ്ങടെ പോണെന്ന്. അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ എങ്ങനെയാണോ ഗായ്സ് ഒരു ആരും എടുക്കണ ടിക്കറ്റ് എടുക്കില്ല നമ്മുടെ വീട്ടിലുണ്ട്. ഹലോ ഗൈസ് എന്നെ പറ്റി അല്ലാത്ത മക്കളെ അമ്മ നിനക്ക് ഞാൻ കണ്ടു. അപ്പോൾ ഗൈസ് ഞങ്ങളിവിടെ കൈരളി തൃശ്ശൂർ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളത് സിനിമയ്ക്ക് കയറാൻ പോവുകയാണ്. സിനിമയ്ക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അതിരടി കാണാൻ വന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ബായ്. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ. ബൈ ബൈ.